ഒരു ഷാർപ്പായ കാസ്റ്റ് സോയ്ക്ക് കട്ടിപ്പലക പോലെയുള്ള പ്ലാസ്റ്റർ എളുപ്പത്തിൽ മുറിക്കാൻ കഴിയുമെങ്കിലും നമ്മുടെ ചർമ്മത്തിന് യാതൊരു പരിക്കും ഏൽപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? കാസ്റ്റ് സോയുടെ ബ്ലേഡ് യഥാർത്ഥത്തിൽ കറങ്ങുകയല്ല ചെയ്യുന്നത്. പകരം അത് വളരെ ഉയർന്ന വേഗതയിൽ വൈബ്രേറ്റ് ചെയ്യുകയാണ്, വിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ വൈബ്രേഷനാണ് പ്ലാസ്റ്റർ പോലെയുള്ള കഠിനമായ വസ്തുക്കളെ എളുപ്പത്തിൽ മുറിച്ചുമാറ്റാൻ ഇതിനെ സഹായിക്കുന്നത്. എന്നാൽ ഇത് ചർമ്മം പോലെയുള്ള മൃദുവായതും ഇലാസ്തികതയുള്ളതുമായ വസ്തുക്കളിൽ തൊടുമ്പോൾ കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാകുന്നു. ഈ ബ്ലേഡ് നമ്മുടെ ചർമ്മത്തിൽ മുട്ടുമ്പോൾ ചർമ്മം ആദ്യം ഉള്ളിലേക്ക് അമരുകയും പിന്നീട് ആ സോയോടൊപ്പം തന്നെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇത് ആ ആഘാതത്തിന്റെ ഭൂരിഭാഗവും ആഗിരണം ചെയ്ത് ഇല്ലാതാക്കും. അതേസമയം ഇതിനു മുകളിലുള്ള പ്ലാസ്റ്റർ വളരെ കട്ടിയുള്ളതാണ്. സോയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ അതിന് ചർമ്മത്തെപ്പോലെ രൂപമാറ്റം വരാൻ സാധിക്കില്ല. അതുകൊണ്ടുതന്നെ വൈബ്രേറ്റ് ചെയ്യുന്ന ബ്ലേഡ് നിരന്തരമായി ഉരസുന്നത് വഴി അത് പൊടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. സ്ലോ മോഷനിൽ നോക്കിയാൽ വലിയ അളവിൽ പ്ലാസ്റ്റർ പൊടിയും അവശിഷ്ടങ്ങളും പറന്നു പോകുന്നത് കാണാൻ പോലും സാധിക്കും. മൃദുത്വം കൊണ്ട് കാഠിന്യത്തെ കീഴടക്കുക എന്നതാണ് ഈ ടൂളിന് പിന്നിലെ പ്രധാന തത്വം. ഇത്തരത്തിലുള്ള ചലനം കട്ടിയുള്ള വസ്തുക്കളെ തകർക്കുമ്പോൾ വഴക്കമുള്ള ഫ്ലെക്സിബിൾ വസ്തുക്കളുമായുള്ള ഘർഷണം, ഫ്രിക്ഷൻ കുറയ്ക്കുന്നു. അതുകൊണ്ടാണ് ഡോക്ടർമാർ